നമ്മുടെ പട്ടാളക്കാർ കാട്ടിലും മഞ്ഞിലും വെയിലിലും ഒക്കെ കിടന്നുറങ്ങാറുണ്ട്. നല്ല കട്ടിലിൽ കിടക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പലപ്പോഴും ഇതേ നിവൃത്തി ഉണ്ടാവുള്ളൂ. എന്നാലും അവർ ഉറങ്ങുന്നുണ്ട്. അതും കിടന്ന് 2 മിനിറ്റിൽ തന്നെ അവർ നന്നായി ഉറങ്ങും. നല്ല സ്വച്ഛമായ അന്തരീക്ഷത്തിൽ പോലും നമ്മളിൽ പലരും ഉറങ്ങാൻ പാടുപെടുമ്പോൾ എങ്ങനെയാണ് പട്ടാളക്കാർ അതിവേഗം ഉറക്കത്തിലേക്ക് വീഴുന്നത്? ഇതിനായി പട്ടാളക്കാർ പിന്തുടരുന്ന ഒരു വിദ്യയുണ്ട്. അതാണ് മിലിറ്ററി സ്ലീപ്പ് മെത്തേഡ്. ഏത് പ്രതികൂല ചുറ്റുപാടിലും വേഗത്തിലുറങ്ങാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഒരു കൂട്ടം തന്ത്രങ്ങളാണ് ഈ മിലിറ്ററി സ്ലീപ്പ് മെത്തേഡ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിൽ പ്രധാനമായും വിശ്രമം അഥവാ റിലാക്സേഷൻ, ശ്വസനം അഥവാ ബ്രീത്തിങ്, ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ എന്നിവയുടെ ശാസ്ത്രീയ സംയോജനമാണ്. യുദ്ധഭൂമിയിലോ ദീർഘമായ പാട്രോളിങ്ങിലോ യാത്രകൾ മൂലമുള്ള ജെറ്റ് ലാഗിലോ സൈനികർക്ക് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ വേഗത്തിൽ ഉറങ്ങി ആവശ്യമായ വിശ്രമം നേടാൻ ഈ രീതി അവരെ സഹായിക്കുന്നുണ്ട്. കൃത്യമായി പരിശീലനം ലഭിച്ച ശാരീരികമായും മാനസികമായും ഉയർന്ന തലത്തിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളെ ഉദ്ദേശിച്ചുള്ളതാണ് ഈ രീതി. മിലിറ്ററി സ്ലീപ്പ് മെത്തേഡിന് 3 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തേത് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ്. ഇതിൽ ശരീരത്തിലെ ഓരോ പേശികളെയും ക്രമേണ മുറുക്കുകയും പിന്നീട് പൂർണ്ണമായി അയച്ചുവിടുകയും ചെയ്യുന്നു. മുഖത്തെ പേശികളിൽ നിന്ന് തുടങ്ങി തോളുകൾ, കൈകൾ, തുടർന്ന് നെഞ്ച്, വയറ്, കാലുകൾ എന്നിങ്ങനെ താഴോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പേശികളെ അയച്ചുവിടുന്നത് ശാരീരികമായ പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം നിയന്ത്രിത ശ്വസനം അഥവാ കൺട്രോൾഡ് ബ്രീത്തിങ് ആണ്. ഈ രീതിയിൽ ശ്വസനത്തിൻ്റെ വേഗത കുറയ്ക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം പുറത്തേക്ക് വിടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയമിടിപ്പ് കുറയ്ക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. അവസാനമായി ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ. ഈ ഘട്ടത്തിൽ മനസ്സിൽ ശാന്തമായ ഒരിടം സങ്കല്പിക്കുന്നു. ഉദാഹരണത്തിന് ശാന്തമായ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയോ നിശബ്ദമായ ഒരു പുൽമേട്ടിൽ വിശ്രമിക്കുകയോ ചെയ്യുന്ന ചിത്രങ്ങൾ മനസ്സിൽ കൊണ്ടുവരും. എന്നിട്ട് ചിന്തകളെ വഴിതിരിച്ചു വിടാനും വേഗത്തിൽ ഉറക്കത്തിലേക്ക് വിടാനും നമ്മളെ സഹായിക്കും. എന്നാൽ ഇത് സാധാരണഗതിയിൽ ദിനചര്യകൾ നടത്തുന്ന ആളുകൾ ശ്രമിക്കേണ്ട കാര്യമില്ല. സ്ഥിരമായ ദിനചര്യകൾ പാലിക്കുന്ന ഒരാൾക്ക് കിടന്ന് 20 മിനിറ്റുകൾ വരെ ഉറക്കം വരാത്തത് സ്വാഭാവികമാണ്. ശരീരത്തിന് അമിതമായ ക്ഷീണമുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് സ്ഥിരമായി 5 മിനിറ്റിനുള്ളിൽ ഉറങ്ങാൻ സാധിക്കൂ. പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ലാതെ 8 മിനിറ്റിനുള്ളിൽ ഉറങ്ങിപ്പോകുന്നുവെങ്കിൽ അത് അസാധാരണ സാഹചര്യമാണ്. അമിതമായ പകൽ ഉറക്കമുള്ളവർ വളരെ വേഗം ഉറങ്ങാറുണ്ട്. മിലിറ്ററി സ്ലീപ്പ് മെത്തേഡ് പരീക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ഉറക്കത്തിന് ദോഷകരമാകില്ല എന്നത് ഉറപ്പാണ്. ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ട വിശ്രമ ശ്വസന രീതികൾ ഉൾക്കൊള്ളുന്നതിനാൽ അത് തീർച്ചയായും വേഗത്തിൽ ഉറങ്ങാൻ സഹായിച്ചേക്കും. എന്നാൽ സാധാരണയായി നമ്മൾ 2 മിനിറ്റിൽ ഉറങ്ങണമെന്നത് വാശി പിടിക്കേണ്ടതില്ല. അങ്ങനെ ശ്രമിച്ചു നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ ആ ആശങ്ക നമ്മുടെ ഉറക്കമില്ലാതാക്കിയേക്കും. വേഗത്തിൽ ഉറങ്ങുക എന്നതിലുപരി ആഴത്തിലുള്ളതും വിശ്രമം നൽകുന്നതുമായ ഉറക്കം നേടുക എന്നതാണ് പ്രധാനം. മിലിറ്ററി സ്ലീപ്പ് മെത്തേഡിലെ സാങ്കേതിക വിദ്യകൾ ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എന്നാൽ ഉറക്കശീലം മെച്ചപ്പെടുത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഒരു സ്ഥിരമായ ഉറക്ക ദിനചര്യയെ പാലിക്കുകയും ഉറക്കമില്ലായ്മ തുടരുകയാണെങ്കിൽ ഒരു സ്ലീപ്പ് തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടുകയുമാണ് വേണ്ടത്.